താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെയും, ഹല്ലേലൂയ, ട്രൂ ഫെയ്ത്ത് റിവൈവൽ ചർച്ചിലെ കുടുംബങ്ങളെയും, ലൈവിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവേ, സൂമിലും ലൈവിലുമൊക്കെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ഈ ഹോളിന് ചുറ്റുപാടുമുള്ള എല്ലാ മക്കളെയും, ഹല്ലേലൂയ, പട്ടണങ്ങളെ രാജ്യങ്ങളെ ഹല്ലേലൂയ ആകർഷിക്കുന്ന ആത്മശക്തി പകരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ അപ്പൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും, മഹത്വം അങ്ങെടുക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതിനായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ മഹത്വം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ എല്ലായിടത്തും പറയുന്നു 10 കമ്പിയുള്ള വീണ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 150 സങ്കീർത്തനങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഹല്ലേലൂയ പാട്ടുപാടി ആരാധിക്കേണ്ടത് ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ദാവീദ് പോലും ഹല്ലേലൂയ കിന്നരം ഉണ്ടാക്കി ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ ആത്മാവിൻ്റെ നിറവിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നവർ ചുമ്മാതെ ഇരിക്കുവാനോ കാഴ്ചക്കാരായി ഇവിടെ ഒരു പ്രതിമയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർക്ക് അസാധാരണമായ പൗലോസിൻ്റെ മേലെ പകർന്നതുപോലെ നമ്മുടെ മേൽ ബെന്തക്കോസ് നാളിൽ 120 പേരുടെ മേൽ പകർന്ന ആ ആത്മാ അഭിഷേകം, ദൈവത്തിൻ്റെ അഭിഷേകം. പൗലോസ് പറയുന്നല്ലോ, ഹല്ലേലൂയ, പൗലോസ് പോലും പറയുന്നു, ദൈവമാണല്ലോ അഭിഷേകം, എന്നെയും നിങ്ങളെയും ഒന്നിച്ചഭിഷേകം ചെയ്യുന്നു എന്നാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, എന്നെയും നിങ്ങളെയും ഒന്നിച്ചഭിഷേകം ചെയ്യുന്നത് അത് ഏറ്റെടുക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങളെ ചൊരിയുന്നതാണ്. അതിനായി നമുക്കൊന്നിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസൻ ഹല്ലേലൂയ പുന്നൂസ് മാണി ബ്രദറിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ എലിസബത്തിനെയും ഹല്ലേലൂയ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത് പോലെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട് ചേർന്ന് ലൈവിലും ചർച്ചിലായിരിക്കുന്നവർക്കും ഒന്നിച്ച് ഹല്ലേലൂയ ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം ആത്മനിറവിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രിയുടെ യാമത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഇന്ന് നമ്മൾ 99ാമത്തെ ദിവസത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 98 ദിവസവും ദൈവം വിജയകരമായി ഈ മീറ്റിംഗ് നടക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഈ വിശുദ്ധ പകൽക്കാലത്തെ ഹല്ലേലൂയ വിശുദ്ധ സഭായോഗത്തിന് ശേഷം വീണ്ടും നമുക്കൊരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഈ രാത്രിയുടെ യാമത്തിൽ ദൈവത്തെ ആരാധിക്കുക സർവശക്തൻ നൽകിയ എല്ലാ ഹല്ലേലൂയ അവസരങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. സമയങ്ങൾ കടന്നുപോയെന്ന് എനിക്കറിയാം, എങ്കിലും വേഗത്തിൽ നമുക്ക് അല്പസമയം ദൈവത്തെ ഹല്ലേലൂയ പാടി ആരാധിച്ച് ഹല്ലേലൂയ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന് ഹല്ലേലൂയ മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന്. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ
അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മന പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ്റെ ആത്മാവിനു നിത്യജീവൻ എൻ്റെ യേശു ഒരുക്കിയല്ലോ. എൻ്റെ ആത്മാവിനു നിത്യജീവൻ എൻ്റെ യേശു ഒരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃദയം ആനന്ദിക്കൂ. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃദയം ആനന്ദിക്കൂ. സ്വർഗീയ സൗഭാഗ്യ ജീവിത വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. സ്വർഗീയ സൗഭാഗ്യ ജീവിത വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ
ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവോ പാരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പാരനേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാപിടിച്ചു. ആഴിയാഴത്തെ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാപിടിച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. സർവനന്മകൾക്കു സർവദാനങ്ങൾക്കു ഉറവിടമാണേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പാരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പാരനേ നന്ദിയാ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാം, ദീനവുമെന്നെ പാരനേ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാം, അനുദിനവുമെന്നെ പാരനേ. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുന്ന തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുന്നു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണേശുവേ.
ഹല്ലേലൂയ. നമ്മൾ ഈ കാലയളവിൽ അന്ത്യകാല അഭിഷേകത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വാഞ്ചയോടെ കാത്തിരിക്കുകയാണ്. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, 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 ഈ ജനറേഷനിൽ അത് കാണും എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ അല്പസമയം ഹല്ലേലൂയ, ഹല്ലേലൂയ വീണ്ടും നമ്മളെ തന്നെ താഴ്ത്തി കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പാടി ആരാധിക്കാം. അഭിഷേകം, അഭിഷേകം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേക സകല ജഡത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേക സകല ജഡത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, ആത്മാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങ
പെയ്യണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ആമേൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകേണ, മാലിന്യം മാറേണ, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ. പിന്മഴ നൽകേണ, മാലിന്യം മാറേണ, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാ. നീന്തിയിട്ടല്ലാതെ കടപ്പം വയ്യാത്ത നീരവയിന്ന് തുറക്കനാഥ. അമ്മ നീന്തിയിട്ടല്ലാതെ കടപ്പം വയ്യാത്ത നീരവയിന്ന് തുറക്കനാഥ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. സൈന്യത്താലെ അല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റ ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റ ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ആമേൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചൈതന്യം നൽകേണ, നവജീവൻ വേണ, നിത്യതയിലെത്തി ആശ്വസിച്ചിടാ. ചൈതന്യം നൽകേണ, നവജീവൻ വേണ, നിത്യതയിലെത്തി ആശ്വസിച്ചിടാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. ആമേൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. പിന്മഴ നൽകേണ, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ. പിന്മഴ നൽകേണ, മാലിന്യം മാറേണ, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ കാണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, കാണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ആമേൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പരം തകരകതകരകത ധീരപരം ശകരകതേരകത വർത്തപരാതകരകതകരകത
നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങോ പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങോ പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ.
രക്ഷയാ എന്നെ രക്ഷിച്ചു നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു ഏകരക്ഷകനേ ശുവിനാ ലോകരക്ഷകനേ ശുവിനാ നിൻഹിതം ചെയ്വാ അങ്ങേ പോലാകാ നിൻഹിതം ചെയ്വാ അങ്ങേ പോലാകാ അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും മോടിത ഈ രാത്രിയുടെ യാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അല്പസമയം ഞങ്ങൾക്ക് നിന്നെ പാടുവാൻ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയും. തുടർന്ന് ഞങ്ങളുടെ വചനത്തിൽ സംസാരിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തനെ കർത്താവ് ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ 90-ാമത്തെ ദിവസവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയുടെ യാമത്തിലും ആലലിൻ്റെ ജനത്തിന് ആവശ്യമായ ആലോചനകളും വചനത്തെയും കർത്താവ് നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന യാചന കേൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. ട്രൂ ഫെയ്ത്ത് റിവൈവൽ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ടുള്ള അങ്ങയുടെ അഭിഷക്തൻ പ്രഭകുമാർ അവരുടെ ഈ സമയം വേദിയിലേക്ക് നമുക്ക് ഇരു കരങ്ങളെ അടിച്ച് സ്വാഗതം ചെയ്യാം. തുടർന്നുള്ള നിമിഷം ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം സമയം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസനെയും ഹല്ലേലൂയ ശക്തമായി കർത്താവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന നമ്മൾക്ക് നൽകി. ഹല്ലേലൂയ ദൈവത്തെയാണ് അത് ആരാധന നൽകിയത്. ഹല്ലേലൂയ ആ ആരാധന കൈക്കൊള്ളുവാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ആ സാന്നിധ്യമാണല്ലോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ചുരുങ്ങിയ സമയം കൊണ്ട് ഹല്ലേലൂയ ഒരു ദൈവശബ്ദം ഹല്ലേലൂയ നിങ്ങൾ ദൈവമക്കളോട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ വചനം വായിക്കാം. ഹല്ലേലൂയ 1 യോഹന്നാൻ ഹല്ലേലൂയ 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 1:3 വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളോടും കൂട്ടായ്മ ഉണ്ടാകാനും നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അപ്പോൾ ഇതിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് നമുക്ക് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കും. എൻ്റെ കർത്താവ് പറഞ്ഞല്ലോ ഹല്ലേലൂയ ഈ വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വചനത്തിൻ്റെ ശക്തി ഹല്ലേലൂയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെയും അടിയനെയും ഹല്ലേലൂയ ട്രൂ ഫെയ്ത്ത് റിവൈവൽ ചർച്ചിലെ എല്ലാ കുടുംബങ്ങളെയും ലൈവിലുമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി അടിയൻ അനുഗ്രഹിച്ച് ഈ വചനത്തെ നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനെ വിഭാഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനങ്ങളെ നൽകിത്തരും. മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആ വചനം ഒന്നുകൂടെ ശക്തിയോടൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ.
ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അപ്പം നമുക്ക് കൂട്ടായ്മ കൂടുവാൻ ഹല്ലേലൂയ ഒരു വലിയവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ കൂട്ടായ്മ കൂടാൻ നമ്മെ ഇവിടെ ഹല്ലേലൂയ ഏതൊരു കൂട്ടായ്മ കൂടണമെങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഹല്ലേലൂയ കർത്താവ് തന്നെ പറഞ്ഞു, ദൈവാത്മാവ് വന്നാൽ, സത്യാത്മാവ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തി നമ്മെ നിത്യതയിൽ എത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ അതിനായിട്ടാണ് ദൈവം. അതുകൊണ്ട് എനിക്ക് വെളിപ്പെട്ട് വന്നത് ഹല്ലേലൂയ നമ്മുടെ ആശീർവാദം പറയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒന്ന് വായിക്കാം. ഹല്ലേലൂയ ആ തിരുവചനം കൂടെ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ 2 കൊരിന്ത്യർ 13 ഹല്ലേലൂയ 14 വാക്യം. 13 2 കൊരിന്ത്യർ ഹല്ലേലൂയ 2 കൊരിന്ത്യർ ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനങ്ങളിലൂടെ നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുവാൻ ഹല്ലേലൂയ ഏതൊരു കൂട്ടായ്മ കൂടുമ്പോഴും ഹല്ലേലൂയ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നത് ഹല്ലേലൂയ അനേകർ ഈ ദൈവാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഹല്ലേലൂയ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇന്ന് ആ രക്ഷയുടെ സുവിശേഷം അറിയിക്കുമ്പോൾ അനേകർ ഇരുട്ടിലും രോഗത്തിലും ഇരിക്കുന്നവർ വെളിച്ചത്തിലേക്ക് ഓടി കടന്നു വരണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മളോട് ഹല്ലേലൂയ സുവിശേഷം പറയുവാൻ ക്രിസ്തുവെന്ന ദൈവം അയച്ച വചനമാകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷം അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ തൃത്വത്തിൽ മൂന്നാമനായ വലിയവൻ സകലതും സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാത്മാവ്, പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ മുഴു ലോകത്തെയും ഹല്ലേലൂയ ഈ ഭൂമി മണ്ഡലത്തെ മുഴുവൻ വെള്ളം കൊണ്ട് ഹല്ലേലൂയ നിറയപ്പെട്ട ഭൂമി ഇരുണ്ട് കിടക്കുമ്പോൾ വെള്ളത്തിന്മേൽ പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, ആ വെള്ളത്തിന്മേൽ പരിവർത്തിക്കുന്ന ആ ദൈവശക്തിയാണ് ഹല്ലേലൂയ അനേകതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളോട് പറയുക, നമ്മൾ ഒരു റൂമിലിരിക്കുക, വെട്ടമില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് ഒരാൾ പറയുക ലൈറ്റ് ഇടാൻ പറയുമ്പോൾ നമ്മൾ ലൈറ്റ് ഇടുന്നു. ലൈറ്റ് സ്വിച്ച് അമർത്തുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്ന് ശക്തി അങ്ങോട്ട് പുറപ്പെട്ട് ഒരു വെളിച്ചം തരുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിച്ചമായവൻ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് യോഹന്നാനായ ഹല്ലേലൂയ അപ്പോസ്തലൻ പറയുന്നത് നോക്കാം, വായിക്കാം. അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 യോഹന്നാൻ ഹല്ലേലൂയ നമ്മൾ ആ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളോട് പറയുന്നത്. 1 യോഹന്നാൻ 1:7 പറയുന്നു, ഹല്ലേലൂയ വായിച്ചോട്ടെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ, പിതാവിൽ നിന്ന് കേൾക്കുന്നത് പുത്രനിലേക്ക് പറയുന്ന, പുത്രൻ ഓർഡർ ഇടുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ് നമ്മളോട് വന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു വാക്കും നമുക്ക് നമ്മുടെ നാവിൽ വരരുത്. പരിശുദ്ധാത്മാവ് തരുന്ന വാക്യം, പരിശുദ്ധാത്മാവിനോടാണ് നമ്മൾ കൂട്ടായ്മ കൂടേണ്ടത്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം കൂട്ടായ്മ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മാവ് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ സ്തേഫാനോസ് പോലും ഹല്ലേലൂയ ഈ സുവിശേഷം മുഴുവൻ ഹല്ലേലൂയ
അറിയിച്ച അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അറിയാം 120 പേരുടെ മേൽ പകർന്ന ആ ബെന്തക്കോസ് നാളിൽ പകർന്ന ഉണർവിൻ്റെ ആത്മാവിൻ്റെ ശക്തി അതിൽ അഗ്നിനാവോടുകൂടെ ദൈവത്തിൻ്റെ ജനം നിറഞ്ഞ് അതിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ അനേകരെ കൂട്ടിക്കൊണ്ട് വന്നത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിലെ ഭക്തിയുള്ള അതിലെ ജനത്തെ അതിലെ ശലോമോൻ്റെ ദേവാലയത്തിൽ വന്ന്, പക്ഷേ അവിടെ സാന്നിധ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം, സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, മോശ കണ്ട തീയുടെ സാന്നിധ്യം. ബെന്തക്കോസ് നാളിൽ 120 പേര് അവർ കൂടിയിരുന്ന ഇടത്താണ് അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. ആ സാന്നിധ്യം ഇറങ്ങിയ അന്ന് മുതലാണ് ദൈവസഭ ഭൂലോകം മുഴുവൻ. അതുകൊണ്ടാണ് അതിലെ സുവിശേഷ വിരോധികൾ പറയുന്നത് അതിലെ ഭൂലോകത്തെ കലക്കർ ഇവിടെയും വന്നുവോ എന്ന് പറയണമെങ്കിൽ അവർക്കത് അറിയത്തില്ല. അവരുടെ കണ്ണു തുറന്നാൽ അത് കണ്ണു തുറക്കാനാണ്. നമ്മൾ അവരോട് വിരോധമല്ല, അവരോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. അവരുടെ കണ്ണുകളെ തുറക്കുവാൻ ഒരാത്മശക്തിയോ നമ്മുടെ മേൽ പകരുന്നുണ്ട്. അത് പകർന്നിട്ടുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട് വ്യക്തികളാണ്. അത് മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ കൂടെ കൃപാവരങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് തിമത്തിയോസിനോട് പകർന്നു, മകനെ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം, അത് ശക്തി നിറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന്. നമുക്ക് തന്നിരിക്കുന്ന ദൈവം തരുന്ന അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം തരുന്നത് പാഴാക്കി കളയുവാനുള്ളതല്ല. നമ്മൾ അടങ്ങിയിരിക്കരുത്. നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും രോഗികളായി, ക്യാൻസറായി, പലവിധ രോഗങ്ങളായി തളർത്തിക്കളയുമ്പോൾ അവരുടെ അടുക്കലേക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും തരുമ്പോൾ നാം പോയി കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുകയും പത്രോസിനെ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് അയച്ചത് ആരാണ്? നാം ആരുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെന്ന് കൊർന്നല്യോസ് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബം മുഴുവനും, കൊർന്നല്യോസിൻ്റെ കുടുംബം മുഴുവനും, അവരുടെ ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും പടയാളികളും എല്ലാവരും ചേർന്ന് കൊർന്നല്യോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. കൊർന്നല്യോസ് പറഞ്ഞത് അങ്ങനെയാണ്. ഇറ്റലിയിലെ പട്ടാളക്കാരനായ ആ ശതാധിപനായ ആ ദൈവത്തിൻ്റെ ഭൃത്യൻ, ആ ദൈവഭക്തനായ മനുഷ്യന് പത്രോസിനോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനെ ഏൽപ്പിച്ചത് ഞങ്ങൾക്ക് കേൾക്കണം. അത് കേട്ടപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബെന്തക്കോസ് നാളിൽ അനുഭവിച്ച അതേ ആത്മശക്തി അവരുടെ മേൽ പകർന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ ഒരു ആത്മശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ കയ്യിലുള്ളതല്ല, സർവശക്തനായ ദൈവം നമ്മുടെ മൺപാത്രങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മശക്തി. അതുകൊണ്ടല്ലേ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ധനവാനോട് പറഞ്ഞു, നീ ദൈവ വിഷയമായി സമ്പന്നനാകാത്ത ഒരുത്തനും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. ഒരു ധനവാനോട് ചോദിച്ച്, അത് നമ്മളോടുകൂടിയാണ്. നമുക്കെത്ര സമ്പത്തുണ്ടായാലും ദൈവ വിഷയമായി ദൈവരാജ്യം. അതുകൊണ്ടാണ് കർത്താവായ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ 6:33 പറയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പം നമുക്ക് നീതിയില്ലായിരുന്നു, ഈ പ്രഭുകുമാരന് നീതിയില്ലായിരുന്നു. നീതിമാനായ ദൈവം ഇറങ്ങി വന്ന് 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുമ്പോൾ സ്നാപകൻ യോഹന്നാനോട് പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും ഈ ലോകം മുഴുവനും പരക്കാൻ. അപ്പം നമ്മളൊരു നീതിമാനായി ഈ യേശു ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് അവൻ്റെ അഭിഷേകത്തിൻ്റെ അവൻ്റെ ആത്മാവിനാൽ നടക്കുന്നവരാണ് നീതിമാനും നീതിമതിയുമായ നമ്മളെ മക്കളെ ദൈവമക്കളെന്ന് ദൈവഭക്തനെന്ന് പറയുവാൻ അവരെയാണ്
പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളെ വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ച് തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ തിരുവചനത്തിൽ നമ്മളോട് പറയുന്നു. നമ്മൾ തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനാ നമ്മൾ നീതിമാന്മാർ ഭക്തരായി തീർന്ന ഓരോ ദിവസം ഭക്തിയുള്ള ജീവിതം നയിക്കാനാ, അത് കുടുംബജീവിതം നയിക്കാനാ, പണം സമ്പാദിക്കുവാനോ മറ്റുള്ളവരെ വഞ്ചിക്കാനോ അല്ല. അനേകം നമ്മുടെ തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, തകർന്നു കിടക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് കിടക്കുന്നവരെ യൂദാപ്പോസ്തലൻ പോലും പറയുന്നു, നിങ്ങളുടെ ശരീരം ആകുന്ന വസ്ത്രം മാലിന്യപ്പെടാതെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണമെന്ന്. അത് എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത്. ഏത് വിധേന യൂദാപ്പോസ്തലൻ പറയുന്നത്, അതും ദൈവത്തിൻ്റെ സഹോദരനായ യൂദായാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് മുമ്പുള്ള അധ്യായമാണ് തിരുവെഴുത്തിൽ പറയുന്നത്, യൂദാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ്, നമുക്ക് കൂട്ടായ്മയും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ കൂടുന്ന കാര്യമാണ് പറഞ്ഞത്. കൂട്ടായ്മയ്ക്ക് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതാണ് കൂട്ടായ്മ. ഏതൊരു കൂട്ടായ്മ രണ്ടുപേർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ 2 3 പേര് കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത ഒരു അദൃശ്യ ശക്തി, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, ആ സ്നേഹത്തിൻ്റെ ആത്മാവ്, സ്നേഹാത്മാവ് നമ്മളെ പിതാവ് അയച്ച വചനമാകുന്ന കൃപയും സത്യവും നിറഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തു അവനെക്കുറിച്ചാണ് മറിയോട് പോലും വ്യക്തമായി ദൂതം എന്ന് പറയുന്നു, മറിയേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയാണെന്ന് മറിയ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. ആ ശക്തി എന്ന് പറയുന്നതാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ശക്തി. പരിശുദ്ധാത്മാവ് തകർന്നവരെ ശക്തി ഇറങ്ങി പിശാചിൻ്റെ പ്രവർത്തികളെ, രോഗാത്മാവിനെ, അശുദ്ധാത്മാവിനെ തുരത്തുന്ന ഒരു ദൈവശക്തി. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രിയരെ. അത് ബെന്തക്കോസ് നാളിൽ ഇറങ്ങി. അതുകൊണ്ടല്ലേ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ അവർ ആരാധന കഴിക്കുവാനായി കടന്നുപോയപ്പോൾ അവരോട് സമ്പത്ത് എനിക്ക് വല്ലതും തരണമേ എന്ന് പറഞ്ഞ് യാചിച്ച ആ സഹോദരനോ ശിഷ്യന്മാർ പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് പോലും ചെയ്തതെന്താണ്? കുഷ്ഠരോഗികളെ തൊട്ടു. കുഷ്ഠരോഗികളെ തൊടുവാൻ ഇന്ന് ആർക്കാണ് കഴിയുന്നത്? മുടന്തരെ, മാരാരോഗം പിടിച്ചവരെ തൊടാൻ ആർക്കും കഴിയയില്ല. എന്നാൽ എൻ്റെ യേശു സൃഷ്ടാവായ ദൈവം അവൻ കുഷ്ഠരോഗികളെയും തകർന്നവരെയും വേശ്യകളെയും ചേർത്ത് പിടിക്കുന്ന പാപിനികളെ, പാപം ചെയ്ത സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരാത്മാവ്. ആ ആത്മാവാണ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. അത് ഇന്നും യേശു അക്ഷരീയമായി ഒരാത്മാവായി തന്നെ കടന്നു വന്നു. അതാണ് യേശുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യഹോവയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ഒരു ആത്മശക്തി നിങ്ങളിൽ ഓരോരുത്തരിലും, അത് നമ്മളിൽ. അതുകൊണ്ട് നമ്മൾ വചനത്തിൽ റോമാലേഖനം 5 പോലും റോമാ 5 പറയുന്നുണ്ട്, ആ സ്നേഹം ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. ഇനി ഒന്ന് വായിക്കണേ ആ ഗലാത്യ ലേഖനം. വേഗം എടുത്തവരുണ്ടെങ്കിൽ ഗലാത്യ ലേഖനം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ഒന്നുറക്കെ വായിച്ചാട്ടെ. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്
അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മളെല്ലാം പുത്രത്വനും പുത്രിമാരും അത് പുത്രത്വം പ്രാപിക്കേണ്ടതിന് അവനെ വായിച്ച് തീർന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാകൊണ്ട് നിങ്ങൾ മക്കളാകും. അതായത് നമ്മൾ വിശ്വസിച്ച ഈ ലൈവിൽ കടന്നു വന്ന് വചനം കേൾക്കാൻ വന്നവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നാം മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. എനിക്കറിയാം ഒരു ആത്മശക്തി ഇപ്പോൾ ആ വചനം വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ആ തിരുവചനം അല്ലെങ്കിൽ ഇന്ന് ആ പുസ്തകം ഒന്ന് എടുക്കണം. ആ വചനം ഇപ്പോൾ ഇവിടെ വായിച്ച വചനം വായിക്കുമ്പോൾ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ വന്ന 120 പേരുടെ മേൽ ഇറങ്ങിയ ആ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചിരിക്കുന്നു. ആ അത്യന്ത ശക്തി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് ഞങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു നിക്ഷേപം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു, ഒരു ആത്മശക്തി. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുന്ന ഒരു നിക്ഷേപം. അതുകൊണ്ടാണ് നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിലെ സമ്പത്തൊന്നുമല്ല നിക്ഷേപം, ദൈവത്തിൻ്റെ ആത്മശക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമശിഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുവാൻ, ഇരുട്ടിലും അന്ധകാരത്തിലും അല്ലെങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന ജീവിതങ്ങളെ അല്ലെങ്കിൽ അവർ സത്യമറിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. അവരെ തീയിൽ നിന്ന്, നിത്യ അഗ്നിയിൽ നിന്ന്, അവരെ നിത്യ നരകമാകുന്ന അഗ്നിയിൽ നിന്ന് അവരെ കരം പിടിച്ച് കയറ്റുവാൻ ഈ ദൈവത്തിൻ്റെ ശക്തിയുള്ള സുവിശേഷം പ്രസംഗിക്കാതെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം മിണ്ടാതിരിക്കുവാനുള്ളതല്ല. എനിക്കറിയാം, ഞാൻ ഇരുട്ടിൽ അന്ധകാരത്തിലും കിടന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇരുട്ടിൻ്റെ അധമ പാതാളത്തിൽ കിടന്ന എനിക്കറിയാം. എനിക്കെൻ്റെ ജീവിതം മാറ്റിയത് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവാണ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, മോശയോട് കൂടെ ഇരുന്ന ആത്മാവ്, ചെങ്കടലിൻ്റെ അരികിലെ ഫറവോന് സൈന്യത്തെ മുക്കിക്കൊള്ളുന്ന സമയത്ത് പോലും മോശ വടി നീട്ടിയപ്പോൾ ഈ ആത്മാവ് കടന്നു വന്ന് അവിടെയാണ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇസ്രായേൽ ജനത്തെ അനുഗമിച്ച് ആത്മിക ഭാര ക്രിസ്തുവായിരുന്നെന്ന് എനിക്ക് പറയുവാൻ കഴിയും. ആ ആത്മിക ഭാര ചിറ പോലെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് സ്വന്തം ജനത്തെ കടത്തിയതുപോലെ ഇന്നും നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന അനേക എരികോ കോട്ടകളും ചില ചെങ്കടലുകൾ പോലുള്ള എല്ലാ തടസ്സങ്ങളും പൊട്ടിക്കുവാൻ ഒരു ആത്മശക്തി, ആത്മനാഥൻ യേശു ക്രിസ്തു നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പ്രിയരെ, അവനുമായിട്ടാണ് നാം കൂട്ടായ്മ കൂടുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എനിക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച കുറിവാക്യം, വായിച്ച ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും. യോഹന്നാൻ 1 യോഹന്നാൻ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം എന്നെ ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രക്തം. അത് തന്നെയല്ല, എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ആ രക്തത്തിൻ്റെ ശക്തി ഇനി ജനിക്കാനിരിക്കുന്ന എത്ര കോടിക്കണക്കിന് ജനത്തെ ശുദ്ധീകരിക്കുവാൻ, അവരുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുണ്യാക രക്തം. ആ രക്തം കൊണ്ട് വില കൊടുത്ത വാങ്ങിച്ച മക്കളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. അവർ മിണ്ടാതിരിക്കരുത്. അവർ പ്രാപിക്കേണ്ടത് ഉയരത്തിലെ ശക്തിയാണ്. അവനുമായി ആ ശക്തൻ
പുത്രനായ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഏകദേശം 120 പേര് കാത്തിരുന്നു. അതുകൊണ്ടല്ലേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 40-30-31 വാക്യത്തിൽ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ഹല്ലേലൂയ കഴുകന്മാരെ പോലെ ചിറകടിച്ചു നടക്കുകയും അവർ ഓടുകയും ചെയ്യുമെന്ന്. അവർ നടന്നുകൊണ്ട് നമുക്കിടെ നടപ്പ് വെളിച്ചത്തിലായിരിക്കണം. വെളിച്ചമെന്ന് പറയുന്നത് തിരുവചനമാണ്. ഈ തിരുവചനം ധ്യാനിച്ച കൂട്ടായ്മ കൂടാൻ നമ്മളിതെല്ലാം 1000 മണിക്കൂർ പ്രാപിച്ചു. 1000 മണിക്കൂർ 40 ദിവസം പല 1040 കാത്തിരുന്ന് 21 ഇരുന്ന് പ്രാപിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ പിശാച് വന്ന് പരീക്ഷിക്കുമ്പോൾ യേശുവിനെ പരീക്ഷിച്ചതുപോലെ നമുക്കും പരീക്ഷയുണ്ട്. നമ്മൾ ഇരുട്ടിൽ കടന്നുപോയാൽ നമ്മളെ വഞ്ചിക്കുന്ന ഒരു ദുരാത്മാ മണ്ഡലമുണ്ട്, പൈശാചിക മണ്ഡലമുണ്ട്. അതിനെ വെട്ടി മാറ്റണമെങ്കിൽ അഭിഷേകത്തിൽ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാം. അതുകൊണ്ടാണ് ആ കൂട്ടായ്മ കൂടുവാൻ. ഏതൊരു കൂട്ടായ്മയിലും അത്ഭുതങ്ങളും അടയാൾ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 12:28 പറയുന്നു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതത്തെ തുരത്തുന്നു എങ്കിൽ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു. ആ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി മുടന്തനെയും കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കുവാൻ 38 വർഷം കുളക്കരയിൽ കിടന്ന ആ മനുഷ്യന് ഇറങ്ങാൻ കഴിയത്തില്ല. അവൻ ചെല്ലുമ്പോൾ പലരും കടന്നു ചെന്ന് സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ യേശു ക്രിസ്തു പോലും ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ എന്ന്. ഇന്നും അനേകർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഉത്സാഹത്തോടെ വാഞ്ചയോടെ ആത്മാവിനെ പ്രാപിക്കുവാൻ വരാനുള്ള ഒരു ദാഹമില്ലാതെ പൈശാചിക മണ്ഡലം പോരാടുമ്പോൾ കർത്താവ് പറയുന്നു, ഉണരുവാനുള്ള സമയം അടുത്തിരിക്കുന്നു, നിങ്ങൾ ഉണരണം. ഇന്ന് പകല് കേട്ടതും ജഡമോ ബലഹീനത. ഇന്നലെ രാത്രിയിൽ എന്നോട് ഇടപെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് പകൽ ഞായറാഴ്ച വിശുദ്ധ ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇന്ന് സംസാരിച്ചത്. ജഡമോ ബലഹീനമുള്ളത്, ആത്മാവോ ഒരുക്കമുള്ളത്. നമ്മളെ ഒരുക്കി നിത്യതയിലേക്ക് സ്നേഹത്തിലും ഐക്യതയിലും ഒന്നിച്ച് സ്വർഗത്തിലെത്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. യോഹന്നാൻ സുവിശേഷം 7 തന്നെ പറയുന്നു, പിതാവും പുത്രനും നമുക്ക് കൂട്ടായ്മ, നമ്മളിൽ അവരും ഒന്നായി ചേരണം. നമ്മളും ദൈവസഭയിലുള്ള ദൈവമക്കളും 7 സഭകളിൽ ഉലാവുന്നവനായ സർവശക്തനായ ദൈവം, അവനോട് നമ്മൾ ഒന്നിച്ച് കൂട്ടായ്മയായി കൂടുവാൻ ദൈവസന്നിധിയിൽ നമ്മളിവിടെ കൂടിയത് കൊണ്ടായില്ല, നമ്മൾ സ്വർഗത്തിൽ കാണാനാണ് ഈ കൂട്ടായ്മയൊക്കെ ഈ ഭൂമിയിൽ കൂടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, അവൻ്റെ പുത്രനായ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അവിടെ വായിക്കാം. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അപ്പം നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് കൂട്ടായ്മ. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പരസ്യയോഗത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എന്ന് കർത്താവ് പറഞ്ഞത്. നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് നിത്യതയിലേക്ക് കടന്നു പോകണമെങ്കിൽ ദൈവം അയച്ച പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ കൂടുവാൻ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു ശിശുക്കളെ പോലെ തിരിഞ്ഞു വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ലെങ്കിൽ ആർക്കും സ്വർഗരാജ്യം കാണുവാൻ കഴിയയില്ലെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ പറഞ്ഞത്. എനിക്കതുകൊണ്ട് പറയുവാൻ കഴിയും, ദൈവാത്മാവിനെ പ്രാപിച്ച് ആത്മശക്തിയോടെ ആത്മാവിനെ അനുസരിച്ച് നടക്കാം. ആത്മാവ് കൂട്ടായ്മ കൂടുവാൻ ഓരോ ആരാധനകളും ഓരോ കോൺഫറൻസുകളും കൂടുന്നത് ദൈവാത്മാവാണ് നമ്മളെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ ദൈവാത്മാവ് കൊണ്ടുവരുന്നവർ ഒന്നിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം തന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ നന്ദിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ആൻ്റണി പാസ്റ്ററും ദൈവസഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി ദൈവം ഞങ്ങളെ ഒന്നിച്ച് കൂട്ടായ്മ കൂടുവാൻ കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ മക്കളെയും, ലൈവിലുമായിരിക്കുന്ന മക്കളെ ഒന്നിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ രണ്ടാം വരവിലെ മേഘപ്രത്യക്ഷതയിൽ രണ്ടാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തരുന്ന കർത്താവിന് 3 ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ഈ ബലത്തോടെ നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ.